ഇനി ജീവിതത്തിൽ ഒരിക്കലും ഗൗതം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. തത്തയ്ക്ക് ബുദ്ധി ഓതുന്നത് പോലെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോ നീ നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം ചിന്തിക്കുന്നു, അത് മാത്രം ശരിയെന്ന് പറയുന്നു. ഒന്നും അറിയാത്ത ഗൗതമിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നു. നീ എന്താണ് ഇങ്ങനെ ഒരു മരകഴുതിയായി പോയത്? സ്നേഹിക്കുന്നവരുടെ മനസ്സ് തിരിച്ചറിയാനുള്ള ത്രാണി ഇല്ലാതായി പോയത് എന്താണ് നിനക്ക്? അറിയാം, നിന്റെ മനസ്സിലേക്ക് കുത്തിവെച്ചിരിക്കുന്നത് ചെറിയ വിഷമൊന്നും അല്ല. ഒരു വശത്ത് ശിവാനി, അടുത്ത വശത്ത് CKCയും ജ്യോതിർമയും. എല്ലാവരും ചേർന്ന് നിന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരിക്കുകയാണല്ലോ ഇപ്പോ. നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തല്ലിക്കൊല്ലും, എന്നാലും നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. നീ എന്താ ചിന്തിക്കുന്നത്? ഈ വീട്ടിലുള്ളവരെല്ലാം നിന്റെ ശത്രുക്കളാണെന്നോ? ശിവാനി, ജ്യോതിർമയും CKCയും മാത്രം പറയുന്നതാണ് ശരിയെന്നോ? നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മോനെ. ഇപ്പോ ഇനി എന്ത് വേണമെന്നേ ഞാൻ തീരുമാനിക്കും. നിനക്കറിയോ പ്രണവേ, ഈ വീട്ടിൽ നിന്ന് ഈ അമ്മയുടെ മുമ്പിൽ കൂടിയാ പോലീസ് ഗൗതമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. പത്ത് ദിവസം കഴിഞ്ഞ് കോടതി കൂടുമ്പോ പൂർണ്ണമായ തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രം നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനമെടുക്കാം. അതുവരെ ഗൗതമിന്റെ റിമാൻഡ് തുടരാൻ ഉത്തരവിടുന്നു. നിന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ വേണ്ടി ഹൈക്കോടതി വരെ പോയവളെ ഇവള്. എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയോ നിനക്ക്? നീ ഒരു കാര്യം ചെയ്, ആ ഹർജി ഇങ്ങ് തന്നേക്ക്. എന്തിനാ മടിക്കുന്നേ? ഇങ്ങോട്ട് എടുക്ക്. ഇത് ഹേബിയസ് കോർപ്പസ് ഹർജിയല്ല, പ്രണവിനുള്ള മരണ വാറണ്ടാണ്. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. എങ്ങനെയും ഗൗതം ജയിലിൽ നിന്ന് പുറത്തു വന്ന് നിന്നെ രക്ഷപ്പെടുത്തുമെന്നും സത്യം തെളിയിക്കുമെന്നും ആയപ്പോ ഗൗതമിനെ കൊല്ലാനായി ജയിലിലേക്ക് ആളെ അയച്ചവനാണ് CKC. ഒടുവിൽ ഈ നിൽക്കുന്ന പവിത്രന്റെ കുഞ്ഞിന് ഒരു ആക്സിഡന്റ് പറ്റി. ആ മാഡത്തിന് എന്നാൽ കഴിയുന്ന എന്ത് സഹായവും ഞാൻ ചെയ്തു കൊടുക്കും. എങ്കിൽ ആ പ്രണവനെ ഇങ്ങ് വിട്ടതാ. പക്ഷേ CKC എന്നെ ചതിച്ചു സാറേ. ഒരു പെണ്ണും ഇത്രയൊന്നും ത്യാഗം സഹിക്കില്ല സാറേ. ഈ മാഡം സാറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെ കണ്ടെത്താൻ കുറച്ചു നാള് കൂടി വൈകിയിരുന്നെങ്കിൽ ആ CKC നിന്നെ കൊന്നു കളഞ്ഞേന്. എന്നിട്ട് ആ കുറ്റം കൂടി ഗൗതമിന്റെ തലയിൽ വെച്ച് കിട്ടും.
പറയുന്നത് നീ വിശ്വസിക്കണ്ട. പവിത്രം പറഞ്ഞത് നീ കേട്ടില്ലേ? ഈ പവിത്രം തന്നെയല്ലേ നിന്നെ പിടിച്ചോണ്ട് പോയതും. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ നിനക്ക് വേണ്ടത്? എന്തോ നാടകം ഇത്? തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം സാറേ. എന്റെ മോള് സത്യം. മോളെ കൊണ്ട് ഞാൻ ഒരിക്കലും കള്ളസത്യം ചെയ്യില്ല. എന്റെ മോളാണ് സത്യം. ഇതൊക്കെയാണ് സാറേ നടന്നത്. ഞാൻ ആരെ ഇപ്പൊ വിശ്വസിക്കേണ്ടത്? ആരെ എന്നെ ചതിച്ചത്? ആരെ എന്നെ രക്ഷിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ല. നോക്ക് മോനെ, നിന്റെ പെറ്റമ്മയാ ഞാൻ. നീ എന്റെ വയറ്റില പിറന്നതും വളർന്നതും. ഒരമ്മയും മകന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യില്ല. ദേ, നിന്റെ തലയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്തു പറയാ, നിന്നെ പിടിച്ചുകൊണ്ട് പോയത് ഗൗതമല്ല. നിന്നെ കാണാതായതിൽ നിധിക്ക് ഒരു പങ്കുമില്ല. ആ, നീ എന്നെ ഒന്ന് വിശ്വസിക്കും മോനെ. സത്യം ഞാൻ പറയുന്നത്.